നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ കഥ ജപ്പാനിലെ നോവൽ സാഹിത്യത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കഥയായിട്ടാണ് കരുതപ്പെടുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണിത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധൻ തൻ്റെ ഭാര്യയോടൊപ്പം തനിച്ച് താമസിച്ചിരുന്നു. മുളവെട്ടി വിൽക്കുകയായിരുന്നു ആ വൃദ്ധൻ്റെ പ്രധാന തൊഴിൽ. ഒരു ദിവസം കാട്ടിൽ മുളവെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മുളന്തണ്ടിൻ്റെ മധ്യഭാഗത്ത് കണ്ട ഒരു പ്രകാശ പ്രസരം ആ വൃദ്ധൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അയാൾ അതിൻ്റെ അരികിൽ പോയി നോക്കി. മുളം തുളയിൽ ഒരു ബാലിക ഇരുന്നിരുന്നു. ചെറിയ ഉയരമേ ആ പെൺകുട്ടിക്കുണ്ടായിരുന്നുള്ളൂ. ആ വൃദ്ധ ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു. അതുകൊണ്ട് ആ ബാലികയെ വളരെ ഭദ്രമായി എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ വൃദ്ധ ദമ്പതികൾ വളർത്താൻ തുടങ്ങി. അതിനുശേഷം വെട്ടിയ ഓരോ മുളം തണ്ടിൽ നിന്നും അയാൾക്ക് ഓരോ സ്വർണ്ണ നാണയം കിട്ടിത്തുടങ്ങി. അങ്ങനെ അയാളുടെ ദാരിദ്ര്യം പാടെ തുടച്ചു നീക്കപ്പെട്ടു. ആ പെൺകുട്ടി വളരെ വേഗം വളർന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി വളരെ സൗന്ദര്യമുള്ള പെൺകുട്ടിയായിട്ടാണ് വളർന്നു വരുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ അവളുടെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവളെ കാണുന്നത് ആ വൃദ്ധ ദമ്പതികൾക്ക് വലിയ സന്തോഷവും ആനന്ദവുമായിരുന്നു. അവൾക്ക് അവർ നൽകിയ പേര് രാജകുമാരി എന്നാണ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. ക്രമേണ രാജകുമാരിയെപ്പറ്റി നാട്ടിലെല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. നാട് മുഴുവനും ഈ സംസാരം കൊണ്ട് നിറഞ്ഞു. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി നിരവധി യുവാക്കന്മാർ മുന്നോട്ട് വന്നു. പക്ഷെ അവരെ ആരെയും രാജകുമാരി കണ്ണെടുത്ത് നോക്കുക പോലും ചെയ്തില്ല. അവളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില യുവാക്കൾക്ക് അവൾ കഠിനമായ ചില നിബന്ധനകൾ ഏർപ്പെടുത്തി. ലോകത്തിൽ ലഭ്യമല്ലാത്ത ചില വസ്തുക്കൾ കൊണ്ടുവരണമെന്ന് രാജകുമാരി നിർദ്ദേശിച്ചു. അത് നിറവേറ്റാനാവാതെ ആ യുവാക്കളെല്ലാം തോറ്റ് തുന്നം പാടി. രാജകുമാരിയുടെ ആ സൗന്ദര്യത്തെപ്പറ്റിയും അവൾ ആരെയും വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുന്നതിനെപ്പറ്റിയും ആ രാജ്യത്തെ ചക്രവർത്തി കേട്ടറിഞ്ഞു. ചക്രവർത്തിക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായും അതുകൊണ്ട് അവളെ നമ്മുടെ അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും ചക്രവർത്തി വൃദ്ധനോട് ആജ്ഞാപിച്ചു. സന്തോഷം കൊണ്ട് വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വൃദ്ധൻ ഈ സന്തോഷവൃത്താന്തം അറിയിച്ചപ്പോൾ ചക്രവർത്തിയെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ആ മകള് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചക്രവർത്തിയുടെ ആശ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം മൃഗവിനോദത്തിന് പുറപ്പെട്ട ചക്രവർത്തി പരിവാര സമേതനായി വൃദ്ധൻ്റെ താമസ സ്ഥലത്ത് വന്നു. അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതിന് ഒരു ശ്രമം നടത്തി. അപ്പോൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. ചക്രവർത്തി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ രാജകുമാരി അവിടെ നിന്നും അപ്രത്യക്ഷയായി. അവൾ ഒരു സാധാരണ മനുഷ്യസ്ത്രീയല്ലെന്ന് അപ്പോൾ തന്നെ രാജാവടക്കം ചക്രവർത്തി അടക്കം അവിടെ കൂടി നിന്നവർക്കെല്ലാം ബോധ്യമായി. അതുമൂലം ചക്രവർത്തി തൻ്റെ ആശ ഉപേക്ഷിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. 3 വർഷം കടന്നുപോയി. ആ 3 വർഷത്തിനുള്ളിൽ രാജകുമാരിയുടെ സൗന്ദര്യം കുറേ കൂടി വർദ്ധിച്ചു. 4-ാമത്തെ വർഷം അവൾ വളരെ സങ്കടം നിറഞ്ഞവളായി കാണപ്പെട്ടു. ഒരു നിലാവെളിച്ചം കാണുമ്പോഴെല്ലാം അവളുടെ സങ്കടം വർദ്ധിക്കുന്നതായി കണ്ടു. അതിൻ്റെ കാരണമെന്താണെന്ന് ആ വൃദ്ധൻ അപ്പോൾ അവളോട് ആരാഞ്ഞു. അവൾ തൻ്റെ കഥ പറഞ്ഞു. ഞാൻ ചന്ദ്രമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവിടെ വെച്ച് ഞാനൊരു പാപം ചെയ്യുവാനിടയായി. തൽഫലമായി നീ ഭൂമിയിൽ പോയി താമസിക്കട്ടെ എന്നെനിക്ക് ശാപം കിട്ടി. എൻ്റെ ശിക്ഷയുടെ കാലാവധി അവസാനിക്കാനുള്ള സമയമായി. അടുത്ത പൗർണമി നാളിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ദേവലോകത്തു നിന്ന് ഒരു സംഘം ആൾക്കാർ എത്തിച്ചേരും. നിങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞ് പോകണമല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. രാജകുമാരി വളരെ വിഷമത്തോടെ ആ വൃദ്ധനോട് തൻ്റെ കഥ പറഞ്ഞു. ഈ കഥ കേട്ടതും വൃദ്ധൻ അത്യന്തം ദുഃഖിതനായി തീർന്നു. ഇത്രയും കാലം പൊന്നേ പൊടിയേ എന്നുള്ള രീതിയിൽ വളർത്തി വലുതാക്കിയ ആ പെൺകുട്ടി ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആർക്കോ ചിലർക്ക് നിന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ഞാൻ അനുവാദം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് വൃദ്ധൻ നേരെ ചക്രവർത്തിയുടെ തിരുമുമ്പിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം ചക്രവർത്തിയുടെ മുമ്പിൽ ബോധിപ്പിച്ചു. രാജകുമാരിയുടെ ചന്ദ്രമണ്ഡല യാത്ര തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ചക്രവർത്തി തൻ്റെ പടയാളികളിൽ 2000 പേരെ വൃദ്ധനോടൊപ്പം യാത്രയാക്കി.
വൃദ്ധൻ്റെ വീട്ടിനുള്ളിലും പുരപ്പുറത്തും വീടിൻ്റെ ചുറ്റിലും അമ്പും വില്ലുമായി ചക്രവർത്തിയുടെ പടയാളികളങ്ങനെ ജാഗ്രതയോടെ തയ്യാറായി നിന്നു. വീടിനുള്ളിൽ ഒരു രഹസ്യ അറയുണ്ടാക്കി അവിടെ രാജകുമാരിയെ പാർപ്പിച്ചു. അതിൻ്റെ മുമ്പിൽ കാവൽക്കാരെ നിർത്തുകയും ചെയ്തു. ആ പൗർണമി നാളിൽ പാതിരാവായപ്പോൾ ആകാശമെങ്ങും ഒരു വെള്ളി വെളിച്ചം. ആ വെള്ളി വെളിച്ചം കൊണ്ട് നിറഞ്ഞു. ആകാശത്തിൻ്റെ അജ്ഞാതമായ ഒരു കോണിൽ നിന്ന് വിചിത്രമായ ഉടയാടകളണിഞ്ഞ ഒരു സംഘം ആളുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പടയാളികൾ അമ്പ് തൊടുക്കാൻ വേണ്ടി വില്ലെടുത്തപ്പോൾ പെട്ടെന്ന് ആ പടയാളികളുടെ ശക്തി മുഴുവനും ചോർന്നുപോയി. അത് ആ പടയാളികൾക്ക് മനസ്സിലായി. പടയാളികളെല്ലാം നിശ്ചലമായി നിൽക്കുകയാണ്. അവരിങ്ങനെ നിശ്ചലമായി നോക്കി നിൽക്കുവാനേ അവർ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ആകാശത്തു നിന്ന് വന്ന സംഘം വീടിനുള്ളിൽ പ്രവേശിച്ച് രഹസ്യ അറയിലുണ്ടായിരുന്ന രാജകുമാരിയെ മോചിപ്പിച്ച് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ രഥത്തിൽ കയറ്റി തിരിച്ച് ആകാശത്തെ ലക്ഷ്യമാക്കി പറന്നുയർന്നു പോയി. എങ്ങും വ്യാപരിച്ചിരുന്ന സംഭ്രമജനകമായ ഒരു നിശബ്ദതയിൽ ആ വൃദ്ധദമ്പതികളുടെ ദീനംദിനമായ വിലാപം ആ നാടെങ്ങും ഭേദിക്കുമാറ് അപ്പോൾ ഉയർന്നു പൊങ്ങി. ഇത് ജപ്പാൻ നാടോടിക്കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.